ഹായ് മക്കളെ, അപ്പൊ നമ്മുടെ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷൻ മോഷൻ എന്ന ചാപ്റ്റർ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, എല്ലാവരും കുഴപ്പിക്കുന്ന ഒരു ചാപ്റ്റർ ആണ്. ഈ ചാപ്റ്ററിൽ നമ്മുടെ എക്സാമിനേഷന് ക്വസ്റ്റ്യൻ ടഫ് ആയിട്ടാണ് ചോദിക്കുന്നതെങ്കിൽ അവിടുന്ന് നമ്മളെ കുഴപ്പിക്കാൻ സാധ്യതയുള്ള 3 ക്വസ്റ്റ്യനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒരിക്കൽ കൂടി പറയുന്നു, എക്സാമിനേഷൻ പാടാണെങ്കിൽ മാത്രമേ ചോദിക്കത്തുള്ളൂ. നല്ല കുഴപ്പിക്കുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക. സിമ്പിൾ ആണ്, ഒന്നുമില്ല. ആദ്യം വായിച്ച് മനസ്സിലാക്കുക, അതാണ് വേണ്ടത്. നമ്മുടെ കയ്യിൽ എന്തുണ്ട്? ഒരു ഹോളോ സിലിണ്ടറും ഉണ്ട്, സോളിഡ് സ്പിയറും ഉണ്ട്. അതിന് നമ്മൾ കൊടുക്കുന്ന ടോർക്കും ഈക്വൽ ആണ്. അതേപോലെ തന്നെ അതിന്റെ മാസ് ഈക്വൽ ആണ്, അതിന്റെ റേഡിയസ് എന്താണ് ഈക്വൽ ആണ്. ഈ രണ്ട് അവർക്ക് നമ്മൾ എന്ത് കൊടുക്കുന്നു? ടോർക്ക് കൊടുക്കുവാണ്. അതിന്റെ മാസും റേഡിയസ് ഒക്കെ എന്താണ്, ടോർക്കും ഒക്കെ എന്താണ്, ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവരെന്ത് ചെയ്യുന്നു? റൊട്ടേറ്റ് ചെയ്യുന്നു. ഇവർ റൊട്ടേറ്റ് ചെയ്യുമ്പോഴുള്ള ഇവരുടെ ആർക്കാണ് ആംഗുലാർ സ്പീഡ് കൂടുതൽ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഹോളോ സിലിണ്ടറിനാണോ സോളിഡ് സ്പിയറിനാണോ ആംഗുലാർ വെലോസിറ്റി കൂടുതൽ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഫോർ എ ഗിവൺ ടൈം. അപ്പൊ ഇവിടെ എന്തൊക്കെയാണ് കോൺസ്റ്റന്റ്? ആംഗുലാർ ടോർക്ക് സെയിം ആണ്, അതേപോലെ ടൈം സെയിം ആണ്, മാസ് സെയിം ആണ്, റേഡിയസ്. ഈ 4 ആൾക്കാർ എന്താണ്? കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ഞാൻ ഇവിടെ എടുക്കുന്ന ഇക്വേഷൻ വളരെ സിമ്പിൾ ആക്കി പറയുവാണേ. ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു, ഞാൻ ഈ ഇക്വേഷൻ എടുക്കുന്നത് dl/dt. ഓക്കെ അല്ലടാ? ഇവിടെ ടൈമിന് ഇങ്ങോട്ട് മൾട്ടിപ്പിൾ ചെയ്യുന്നു. അപ്പൊ എനിക്ക് ഇങ്ങനെ കിട്ടും, dl ഈസ് ഈക്വൽ ടു ടോ ഇൻറ്റു dt. ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട് ടോർക്കും ടൈമും എന്താണ്? കോൺസ്റ്റന്റ് ആണ്. അപ്പൊ നമുക്ക് dl ഈസ് എ കോൺസ്റ്റന്റ് എന്ന് പറയാം, അല്ലെ? dl ഈസ് എ കോൺസ്റ്റന്റ് എന്ന് പറയാം. അപ്പൊ രണ്ട് ബോഡിയുടെയും ചേഞ്ച് ഇൻ ആംഗുലർ കൊണ്ട് കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ഞാൻ അസ്യൂം ചെയ്യുന്നു ഇനിഷ്യലി അവർ റെസ്റ്റിലാണ് അസ്യൂം ചെയ്യുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്ക് പറയാൻ പറ്റും ഇനിഷ്യലി അവർ റെസ്റ്റിലായതുകൊണ്ട് തന്നെ dl ഈസ് എ കോൺസ്റ്റന്റ്. dl എന്താണ്? ഫൈനൽ ആംഗുലർ മൊമെന്റം മൈനസ് ഇനിഷ്യൽ ആംഗുലർ മൊമെന്റം ആണ്. അപ്പൊ ആംഗുലർ നമുക്കറിയാം i ഒമേഗ ആണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ പറഞ്ഞു വിടാം, i ഒമേഗ ഫൈനൽ ആംഗുലർ മൊമെന്റം മൈനസ് ഇനിഷ്യൽ i ഒമേഗ 0 ആയിട്ട് എടുക്കാം. അപ്പൊ നമുക്ക് i ഒമേഗ ഈസ് എ കോൺസ്റ്റന്റ് എന്ന് പറയാം. അപ്പൊ രണ്ടുപേരുടെ കേസിലും i ഒമേഗ ഈസ് എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ഇവിടുന്ന് വളരെ വ്യക്തമാകുന്ന ഒരു കാര്യമുണ്ട്. നമുക്കറിയാം ഒമേഗ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ. നമുക്ക് എന്ത് പറയാം? i എന്ന് പറയാം. ആർക്കാണോ മൊമെന്റ് ഓഫ് ഇനർഷ്യ കുറവ്, അയാൾക്ക് ആംഗുലാർ വെലോസിറ്റി കൂടുതലായിരിക്കും. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നു. ആദ്യം നമ്മൾ എന്താണ്? ഹോളോ സിലിണ്ടറിന്റെ ആണ്. നമുക്കറിയാം mr² ആണ്. ഓക്കെ, അതേപോലെ തന്നെ അടുത്ത ആൾ നമ്മൾ നോക്കുകയാണ്. അടുത്ത എന്താണ് നമ്മൾ നോക്കാൻ പോകുന്നത്? സ്പിയറിന്റെ ആണ്. സ്പിയറിന് നമുക്കറിയാം 2/5 mr² ആണ്. ഇവിടുന്ന് വളരെ വ്യക്തമാകുന്ന കാര്യം mr² ആണ് കൂടുതൽ, 2/5 mr² കുറവാണ്, അല്ലെ? വളരെ വ്യക്തമാകുന്ന കാര്യം mr² കൂടുതലാണ്, അല്ലെ? ഇവിടെ 2/5 ആണ്. 2/5 എന്ന് വെച്ചാൽ 1 കുറവാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ആരാണ് ഇവിടെ കുറവെന്ന് പറയുന്നത്? സ്പിയറിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ മറ്റേതിന്റെയൊക്കെ എന്താണ്? കുറവാണ്. അതുകൊണ്ട് തന്നെ ആരുടെ ആയിരിക്കും ആംഗുലാർ വെലോസിറ്റി കൂടുതൽ? മൊമെന്റ് ഓഫ് ഇനർഷ്യ കുറവുള്ളവന് ആംഗുലാർ വെലോസിറ്റി എന്തായിരിക്കും മക്കളെ? കൂടുതലായിരിക്കും. അപ്പൊ മോർ ആംഗുലാർ വെലോസിറ്റി റൊട്ടേറ്റ് ചെയ്യുന്ന ആരാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം ആരായിരിക്കണം അത് നമ്മുടെ സ്വന്തം എന്തായിരിക്കും? സ്പിയർ ആയിരിക്കും. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ലോജിക്ക് അറിയാമെങ്കിൽ, ഇക്വേഷൻ അറിയാമെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നതായിരിക്കും. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ പോവാം. അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ കയ്യിൽ എന്തുണ്ട്? ഒരു ഡിസ്ക് ഉണ്ട്. ഡിസ്കിന്റെ റേഡിയസ് നമുക്ക് തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ആ ഡിസ്കിൽ നിന്നും r/2 റേഡിയസ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുകയാണ്. അതായത് എൻ്റെ കയ്യിൽ ഒരു ഡിസ്ക് ഉണ്ട്. ഈ ഡിസ്കിൽ നിന്നും ഞാൻ r/2 റേഡിയസ് ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു ഹോളോ പോർഷൻ ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ്. ഓക്കെ അല്ലേ? ഞാൻ ഇവിടെ ഒരു x ആക്സിസും y ആക്സിസും വരക്കുവാണ്. യെസ്, ഒരു xy ആക്സിസ് ഞാൻ വരച്ചു. എന്നിട്ട് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്, എങ്കിൽ ഇതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി, അല്ലെങ്കിൽ നമുക്ക് സെന്റർ ഓഫ് മാസ് വേണേൽ പറയാം, സെന്റർ ഓഫ് ഗ്രാവിറ്റി എവിടെ ആയിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത് നമ്മൾ ആക്ച്വലി കട്ട് ചെയ്ത പോർഷൻ ആണ്. ഓക്കെ അല്ലേ? ഇത് നമ്മൾ കട്ട് ചെയ്തെടുത്ത പോർഷൻ ആണ്. ഇതാണ് അതിന്റെ ഒറിജിനൽ നമ്മുടെ എന്തെന്ന് പറയുന്നത്? സ്പിയർ എന്ന് പറഞ്ഞാൽ ഇത്രയും പോർഷൻ കട്ട് ചെയ്ത് മാറ്റി. അപ്പോൾ നമുക്കറിയാം സെന്റർ ഓഫ് മാസ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഞാൻ സെന്റർ ഓഫ് മാസ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എഴുതുന്നു. സെന്റർ ഓഫ് മാസ് കണ്ടുപിടിക്കുമ്പോൾ നമുക്കറിയാം സെന്റർ ഓഫ് മാസ് x കോർഡിനേറ്റിനകത്തായിരിക്കും വരുന്നത്. x ഈസ് ഈക്വൽ ടു m1 x1 പ്ലസ് m2 x2 ഡിവൈഡ് ബൈ m1 പ്ലസ് എന്ത് എഴുതാം മക്കളെ? m1 പ്ലസ് എന്ത് എഴുതാം? m2 എന്ന് എഴുതാം. ഇങ്ങനെ എഴുതാൻ പറ്റും, അല്ലെ? ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, ഇനിയാണ് ട്വിസ്റ്റ് സംഭവിക്കുന്നത്. അപ്പൊ നമ്മൾ 2 ബോഡിയാണുള്ളത്. ആദ്യം ഈ ബോഡി, അല്ലെ? ഈ ബോഡിയുടെ സെന്റർ മാസ് എവിടെയാണ്? നമുക്കറിയാം സെന്ററിൽ തന്നെ ആയിരിക്കും, ഇവിടെ തന്നെ ആയിരിക്കും, അല്ലെ? ഇത് നമുക്ക് 0 0 എന്ന് വിളിക്കാം. ആദ്യത്തെ ബോഡിയുടെ സെന്റർ മാസ് എവിടെത്താണ്? സെന്ററിൽ തന്നെയാണ്. അപ്പൊ അതിന്റെ ഒന്നാമത്തെ ബോഡിയുടെ സെന്റർ മാസ് എവിടെ തന്നെയാണ്? എക്സ് കോർഡിനേറ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. ഇനി രണ്ടാമത്തെ ബോഡി ഇതാണ്, ഇത് കട്ട് ചെയ്തെടുത്ത പോർഷൻ ആണ്, അല്ലെ? രണ്ടാമത്തെ ബോഡി ഇതാണ്. ഈ രണ്ടാമത്തെ ബോഡിയുടെ സെന്റർ മാസ് എവിടെ ആയിരിക്കും? നമുക്ക് ഇതായിരിക്കും സെന്റർ മാസ്, അല്ലെ? ഇതായിരിക്കും കട്ട് ചെയ്ത പോർഷൻ ആണ്. കട്ട് ചെയ്ത് മാറ്റിയ പോർഷൻ സെന്റർ മാസ് എവിടെ ആയിരിക്കും?
ഇത് ഇവിടെ ആയിരിക്കും. അതേതായിരിക്കും നമുക്കറിയാം, ടോട്ടൽ റേഡിയസ് നമുക്കറിയാം 6 ആണ് എങ്കിൽ ഇവിടം വരെയുള്ള റേഡിയസ് നോക്കിയും r/2 ആണ് അല്ലെ. അപ്പൊ ഈ ഒരു കോർഡിനേറ്റ് നോക്കുവാണെങ്കിൽ r/2, 0 എന്ന് വിളിക്കാം. r/2, എന്തായിരിക്കും 0 ആയിരിക്കും. ഇനിയാണ് ഇക്വേഷനകത്ത് ട്വിസ്റ്റ് സംഭവിക്കാൻ പോകുന്നത് മക്കളെ. ഇത് 2 മാസ് ഉണ്ടെങ്കിലാണ് ഇക്വേഷൻ. 1 മാസ് കട്ട് ചെയ്ത് മാറ്റി ഇവിടുന്ന് റിമൂവ് ചെയ്യുവാണ് അല്ലെ. അപ്പൊ ഈ കണക്റ്റീവ് സൈനകത്ത് ചെറിയൊരു മാറ്റം. ഇതാണ് ഇവിടുത്തെ കൺസെപ്റ്റ്. ഇവിടെ എന്ത് വരും? മൈനസ് വരും. ഇതാണ് കൺസെപ്റ്റ്. കട്ട് ചെയ്ത് മാറ്റുവാണെങ്കിൽ മൈനസ് അല്ലടാ വരുന്നത്, മാസം അവിടെ ഇല്ലല്ലോടാ. ഇനി സിമ്പിൾ ആണ്, എല്ലാം നമുക്ക് തന്നിട്ടുണ്ട്. M1 അല്ലെ, M1 എന്ന് പറയുന്ന ഈ വലിയ റേഡിയസിന്റെ മാസ് ആണ്, അതിനെ ക്യാപിറ്റൽ M എന്ന് വിളിക്കാം. ഇനി നമുക്ക് ഈ ചെറിയ ഇതിന്റെ മാസ് കണ്ടുപിടിക്കണം അല്ലെ. അതുകൊണ്ട് നമുക്ക് കണ്ടുപിടിച്ചിട്ട് ഇക്വേഷൻ ഇട്ട് കൊടുക്കാം. അതിനെ നമുക്ക് സ്മോൾ m എന്ന് വിളിക്കാം. അതെങ്ങനെയാണ് സ്മോൾ m കണ്ടുപിടിക്കുന്നത്? അതിനു വേണ്ടി നമ്മൾ എടുക്കുന്നത് മാസ് ഡെൻസിറ്റി എടുക്കുകയാണ്. എന്തെടുക്കുന്നു? മാസ് ഡെൻസിറ്റി എടുക്കുന്നു. മാസ് ഡെൻസിറ്റി എന്ന് പറയുന്നത് മാസ് പെർ യൂണിറ്റ് വോളിയം ആണ്. സ്മോൾ m എന്ന് വെച്ചാൽ മാസ് ഡെൻസിറ്റി ആണ്. മാസ് ഡെൻസിറ്റി ഇസ് ദ ടോട്ടൽ മാസ് പെർ യൂണിറ്റ് വോളിയം അല്ല, യൂണിറ്റ് ഏരിയ. അപ്പൊ ഏരിയ അല്ലേ ഉള്ളൂ, വോളിയം ഇല്ല. അപ്പൊ ഏരിയ എടുത്താൽ മതി. ഒരു യൂണിറ്റ് ഏരിയയിലുള്ള മാസ് ആണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. യൂണിറ്റ് ഏരിയയിലുള്ള മാസ് ആണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ മാസ്, ടോട്ടൽ മാസ് ഡിവൈഡ് ബൈ ആ ഏരിയ എന്ന് പറയുന്നത് πr² ആണ്. πr² ആണ്. ഓക്കെ, ഇത് എന്താണ്? ഒരു യൂണിറ്റ് ഏരിയയിലുള്ള മാസ് ആണ്. ഇനി എനിക്ക് M2ന്റെ ആരെ കണ്ടുപിടിക്കുകയാണ്? M1 കണ്ടുപിടിക്കണം, M2 കണ്ടുപിടിക്കണം അല്ലെ. അപ്പൊ ഞാൻ ആദ്യം ആരെ കണ്ടുപിടിക്കുന്നു? നമ്മൾ M2നെ കണ്ടുപിടിക്കാൻ പോവാണ്. M2 എന്ന് പറയുന്നത് ഈ കട്ട് ചെയ്ത പോർഷൻ ആണ്. അപ്പൊ M2നെ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? ഈക്വൽ ടു കട്ട് ചെയ്ത് പോയ മാസ് കണ്ടുപിടിക്കണ്ടേ. യൂണിറ്റ് ഏരിയയിലുള്ള മാസിനെ ആ ടോട്ടൽ ഏരിയ, ഇപ്പൊ എന്തുമാത്രം ഏരിയ ഉണ്ട്? ഇത്ര ഏരിയ. ആ ഏരിയ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുക. πr/2 ദ ഹോൾ സ്ക്വയർ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുക. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? r² എന്ത് ചെയ്യാം? കട്ട് ചെയ്ത് കളയാം. പൈയും നമുക്ക് എന്ത് ചെയ്യാം? കട്ട് ചെയ്ത് കളയാം. അപ്പൊ നമുക്ക് m/4 എന്ന് കിട്ടി. m/4 ആണ് ഈ കട്ട് ചെയ്ത പോർഷന്റെ മാസ്. കോമൺ സെൻസ് ആണ്. m/4 ആണ് കട്ട് ചെയ്ത പോർഷന്റെ മാസ്. ഇതിന് ടോട്ടൽ മാസ് എന്താണ്? m ആണ്. അതിൽ m/4 പോയി. ഇനി നമ്മൾ ഇക്വേഷൻ ഇട്ട് കൊടുക്കാം. സിമ്പിൾ ആണ്, ആൻസർ കിട്ടി. ഈ ഒരു കൺസെപ്റ്റ് അറിയാമെങ്കിൽ ആൻസർ എളുപ്പത്തിൽ നമുക്ക് എത്താനായിട്ട് സാധിക്കുന്നതാണ്. അപ്പൊ നോക്കിയടാ, x ഈസ് ഈക്വൽ ടു m1 എന്ന് പറഞ്ഞാൽ ടോട്ടൽ മാസ് ആണ് അല്ലെ. m1 ഇൻറ്റു എക്സ് കോർഡിനേറ്റ് 0, m1 ഇൻറ്റു 0 പ്ലസ് മൈനസ്, കാരണം കട്ട് ചെയ്ത് മാറ്റുമല്ല പോർഷൻ. m2 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? m2 എന്ന് പറഞ്ഞാൽ m/4 എന്ന് കിട്ടി. m/4 ഇൻറ്റു ഇവിടുത്തെ എക്സ് കോർഡിനേറ്റ് r/2 ഡിവൈഡഡ് ബൈ എമ്മിൽ നിന്നും എന്ത് പോയി? m/4 പോയി. അപ്പൊ നമുക്ക് x ഈസ് ഈക്വൽ ടു കിട്ടും മൈനസ് m/4 ഇൻറ്റു r/2. 1 മുക്കാല് പോയി കഴിഞ്ഞാൽ 1 കാല് പോയി മുക്കാല് 3/4 എന്ന് വരും. 3/4 എന്ന് വരും. നമുക്ക് 4ഉം 4ഉം കട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ആൻസർ എന്ത് കിട്ടും? പിന്നെ ഇവിടെ m ഉണ്ടേ, m കട്ട് ചെയ്ത് കളയാം. അപ്പൊ ആൻസർ നമുക്ക് മൈനസ് r/, എന്ത് കിട്ടി? 6 എന്ന് കിട്ടി. മൈനസ് r/6 ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ മൈനസ് r/6 എന്ന് വെച്ചാൽ നമ്മുടെ സെൻട്രൽ മാസ് ഇപ്പൊ എങ്ങോട്ട് ഷിഫ്റ്റ് ആയി? നമ്മുടെ സെൻട്രൽ മാസ് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ആയി. അതുകൊണ്ട് മൈനസ് വന്നിരിക്കും. ഇതാണ് നമ്മുടെ സെന്റർ ഓഫ് മാസ് എന്ന് പറയുന്നത്. അതെന്തായിരിക്കും? മൈനസ് എന്താണ്? r/6 എന്തായിരിക്കും? 0 ആയിരിക്കും. അടിപൊളി ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഇതിന്റെ ലോജിക് ഇത്രേ ഉള്ളൂ. ഏതെങ്കിലും ഒരു ബോഡിയിൽ നിന്ന് മറ്റൊരു ബോഡി റിമൂവ് ചെയ്യുകയാണെങ്കിൽ സെന്റർ ഓഫ് മാസ് എന്താണ്? ആ ഇക്വേഷനകത്ത്, സെൻട്രൽ മാസ് കണ്ടുപിടിക്കുന്ന ഇക്വേഷനകത്ത് മൈനസ് വരും. അത്രേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ ഇത് വലിയ ബോഡിയുടെ മാസ്, വലിയ ബോഡിയുടെ ഇതെന്താണ്? ചെറിയ ബോഡി കട്ട് ചെയ്തുകൊണ്ടാണ് മൈനസ് വന്നിരിക്കുന്നത്. ആ ഒരു ലോജിക്ക് അപ്രോച്ച് എടുത്തു കഴിഞ്ഞാൽ ഇത് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇനി ഇവിടെ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും കടുപ്പമേറിയ ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെറിയ ലെവല്, കുറച്ചുകൂടെ ലെവല്, ഏറ്റവും ഹൈ ലെവൽ ക്വസ്റ്റ്യൻ ആണ്. ഇവിടുന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്താണ്? കാറിന്റെ മാസ് തന്നിട്ടുണ്ട് 1800 കിലോഗ്രാം ആണ്. ഈ രണ്ട് ആക്സിയൽ ഉണ്ടല്ലോ. ആക്സിൽ എന്ന് വെച്ചാൽ നമ്മുടെ ഈ കാറിന്റെ ആ രണ്ട് ടയർ ഇരിക്കുന്ന സാധനമാണ് ആക്സിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഫ്രണ്ട് ആക്സിലും ഉണ്ട്, അതുപോലെ ബാക്ക് ആക്സിലും ഉണ്ട്. ഈ രണ്ട് ആക്സിലുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് 1.8 മീറ്റർ തന്നിട്ടുണ്ട്. 1.8 മീറ്റർ തന്നിട്ടുണ്ട്. സെന്റർ ഓഫ് ഗ്രാവിറ്റി, സിംപ്ലി സെന്റർ ഓഫ് മാസ് എന്ന് ആലോചിച്ചാൽ മതി. നമ്മുടെ സാധാരണ കേസിലൊക്കെ സെന്റർ ഓഫ് ഗ്രാവിറ്റി, സെന്റർ ഓഫ് മാസ് ഒക്കെ എന്തായിരിക്കും? സെയിം തന്നെയായിരിക്കും. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഡിറ്റർമിൻ ദ ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ദി ലെവൽ ഗ്രൗണ്ട് ഓൺ ഈച്ച് ഫ്രണ്ട് വീൽ ആൻഡ് ബാക്ക് വീൽ. അതായത് ഓരോ ഫ്രണ്ട് വീലിലും ബാക്ക് വീലിലും എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഞാൻ അസ്യൂം ചെയ്യുന്നു ഫ്രണ്ട് വീലിൽ കിട്ടുന്ന ഫോഴ്സ്, ഈ രണ്ട് ബാക്ക് വീലിലും കിട്ടുന്ന ഫോഴ്സിനെ ഞാൻ എന്ത് വിളിച്ചു?
F1 എന്ന് വിളിച്ചാൽ അതിന്റെ റിയാക്ഷൻ ഫോഴ്സ് എന്തായിരിക്കും? RF ആയിരിക്കും. അതേപോലെ തന്നെ ഈ ഒരു ബാക്ക് വീൽ ഫ്രണ്ട് വീൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ റിയാക്ഷൻ ഫോഴ്സ് എന്തായിരിക്കും? RB ആയിരിക്കും. അപ്പൊ RFഉം RB എന്ന് പറയുന്നത് ഈ രണ്ട് ടയറുകൾ കൊടുക്കുന്ന, ഫ്രണ്ടും ബാക്കും ടയറുകൾ കൊടുക്കുന്ന റിയാക്ഷൻ ഫോഴ്സ് ആണ് RFഉം RBയും. നമുക്ക് ആക്ച്വലി കണ്ടുപിടിക്കേണ്ടത് RFന്റെയും RBയുടെയും വാല്യൂവിന്റെ പകുതിയാണ്. കാരണം എന്താണ്? RF എന്ന് പറയുന്നത് ഇവിടെ രണ്ട് ടയർ ഉണ്ട് അല്ലേ? ബാക്കിൽ രണ്ട് ടയർ ഉണ്ട്, ഫ്രണ്ടിലും രണ്ട് ടയർ ഉണ്ട്. അപ്പൊ ഈ രണ്ട് ടയറിൽ കിട്ടുന്ന ഫോഴ്സ് ആണ് RF എന്ന് പറയുന്നത്. അപ്പൊ RFന്റെ പകുതിയാണ് ഒരു ടയർ കിട്ടുന്നത്. ആക്ച്വലി നമുക്ക് RFഉം RBയും കണ്ടുപിടിക്കണം. ഫസ്റ്റ് ലക്ഷ്യം അതാണ്. എങ്ങനെ കണ്ടുപിടിക്കും? ഇവിടെ രണ്ട് കേസാണ് എടുക്കുന്നത്. ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ രണ്ട് കേസ് നമ്മൾ എടുക്കുന്നത്. സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസിൽ ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഓർക്കുക, രണ്ട് കേസ് എടുക്കുക. റൊട്ടേഷൻ ഇക്വിലിബ്രിയം എടുക്കുക, ട്രാൻസ്ലേഷൻ ഇക്വിലിബ്രിയം എടുക്കുക. ആദ്യം നമുക്ക് ട്രാൻസ്ലേഷൻ ഇക്വിലിബ്രിയം എടുക്കാം. ട്രാൻസ്ലേഷൻ ഇക്വിലിബ്രിയം ഇതിനകത്ത് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഒക്കെ നമ്മൾ നോക്കുവാണ്. നമുക്കറിയാം സെന്റർ ഓഫ് ഗ്രാവിറ്റിയിൽ ഒരു ഫോഴ്സ് വരുന്നുണ്ട്. ആ ഫോഴ്സ് ആണ് mg അല്ലെ? mg ആക്ടിങ് ഡൗൺവേർഡ് അല്ലെ? അപ്പൊ താഴോട്ടേക്ക് mg ആക്ട് ചെയ്യുന്നുണ്ട് അല്ലെ? ഇതിന്റെ രണ്ടിന്റെ റിസൾട്ടന്റ് ആയിട്ട് നമുക്ക് ഇത് പറഞ്ഞൂടെ? ഇത് ഇങ്ങോട്ടും ആക്ട് ചെയ്ത ഫോഴ്സിന് പകരം നമുക്ക് ഒരൊറ്റ ഫോഴ്സ് ആയിട്ട് പറയാം mg. ഇത് രണ്ടിന്റെ ഇതല്ലേ mg എന്ന് പറയുന്നത്. കാരണം നമ്മുടെ കാറിന്റെ ആ മാസ് മൂലം ഉണ്ടാകുന്ന ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ആണ് ഇയാൾക്ക് കിട്ടുന്നത്. അപ്പൊ നമുക്ക് ഒറ്റയടിക്ക് പറയാം mg എന്ന് പറയാം. അപ്പൊ നമ്മൾ അതിന് എന്ത് വിളിച്ചു? mg എന്ന് വിളിച്ചു. അപ്പൊ അല്ലെ, ട്രാൻസ്ലേഷൻ ഇക്വിലിബ്രിയത്തിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ മുകളിലോട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആയ RF ഉണ്ട്, RB ഉണ്ട്. താഴോട്ട് ആക്ട് ചെയ്യുന്ന എന്താണ്? ഇക്വിലിബ്രിയം ആണെങ്കിൽ അപ്വേർഡ് ഫോഴ്സും ഡൗൺവേർഡ് ഫോഴ്സും ഈക്വൽ ആയിരിക്കും, mg ആണ്. ഇനി RF പ്ലസ് RB എന്ന് പറയുന്നത്, RF പ്ലസ് RB എന്ന് പറയുന്നത് m എത്രയാണ്? ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. 1800 into 9.8 എന്ന് എഴുതാം. അപ്പൊ RF പ്ലസ് RB എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? 1470 ന്യൂട്ടൺ എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ ഈ ഒരു ഒറ്റ ഇക്വേഷൻ വെച്ചിട്ട് RF RBയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അപ്പൊ RFന്റെ RBന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി അടുത്തൊരു ഇക്വേഷൻ ഉണ്ടാക്കണം. അതിലൂടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന റൊട്ടേഷൻ ഇക്വിലിബ്രിയം ആണ്. അപ്പൊ ഈ ഒരു പോയിന്റിൽ നിന്നാണ് നമ്മൾ എടുക്കുന്നത്. ഈ പോയിന്റിനെ നമ്മൾ എന്തെടുക്കുന്നു? റഫറൻസ് പോയിന്റ് ആയിട്ട് എടുക്കുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ നമുക്കറിയാം റൊട്ടേഷൻ ഇക്വിലിബ്രിയത്തെ ആണെങ്കിൽ നമുക്കറിയാലോ, ഇവിടെ ഈ ഒരു ഫോഴ്സ് ഉണ്ടാക്കുന്ന ടോർക്ക് ക്ലോക്ക് വൈസ് ആണ്, ആന്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ ഈ ഒരു ഫോഴ്സ് ഉണ്ടാക്കുന്നത് എന്തായിരിക്കും? ക്ലോക്ക് വൈസ് ടോർക്ക് ആയിരിക്കും. അതായത് ഇവനുണ്ടാക്കുന്നത് ആന്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ ഇവനുണ്ടാക്കുന്ന ഈ RB ഉണ്ടാക്കുന്നത് എന്തായിരിക്കും? ക്ലോക്ക് വൈസ് ആയിരിക്കും. അപ്പൊ നമുക്കറിയാം റൊട്ടേഷൻ ഇക്വിലിബ്രിയത്തെ ആണെങ്കിൽ ക്ലോക്ക് വൈസ് ടോർക്കും ആന്റി ക്ലോക്ക് വൈസ് ടോർക്കും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അല്ലെങ്കിൽ പ്രിൻസിപ്പൽ മൊമെന്റ് പറയുന്നത് ഇവിടെ ഒരു ഫോഴ്സ് ഉണ്ട്, ഇവിടെ ഒരു ഫോഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് പറയാം ഇത് R1, ഇത് F1 എന്ന് എടുക്കാം. ഇതെന്താണ്? R2, ഇത് F2 എന്ന് എടുത്താൽ R1 F1 R2 F2 നമ്മൾ പഠിച്ചതാണ്. അപ്പൊ ആ രീതിയിൽ പറയുകയാണെങ്കിൽ RF ഇൻറ്റു ഈ ഡിസ്റ്റൻസ് എത്രയാണ്? 1.05 ആണ്. അപ്പൊ RF ഇൻറ്റു 1.05 ഇസ് ഈക്വൽ ടു ഈ ഡിസ്റ്റൻസ് നിങ്ങൾ നോക്കുക. ഈ ഡിസ്റ്റൻസ് ടോട്ടൽ 1.8 ആണ്. 1.8 നിന്നും 1.05 കുറച്ച് കഴിഞ്ഞാൽ ഐ തിങ്ക് സോ 0.75 എന്ന് കിട്ടും. 0.75. അപ്പൊ നമുക്ക് RB ഇൻറ്റു 0.75 എന്ന് എഴുതാം. ഇവിടെ നമ്മൾ RF ബൈ RB ഒന്ന് കണ്ടുപിടിക്കാൻ പോവാണ്. RF ബൈ RB ഇസ് ഈക്വൽ ടു നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 0.75 ഡിവൈഡ് ബൈ 1.05 വിച്ച് ഈസ് ഈക്വൽ ടു നമുക്കൊരു 15 കൊണ്ട് കട്ട് ചെയ്ത് കളഞ്ഞാൽ 15 75-നകത്ത് എത്ര പ്രാവശ്യമുണ്ട്? 5 പ്രാവശ്യമുണ്ട്. 15 105-നകത്ത് 7 പ്രാവശ്യമുണ്ട്. 5/7 കിട്ടും. അല്ലെ നിങ്ങൾ കാൽക്കുലേറ്ററിന്റെ വാല്യൂ ഇട്ടാലും മതി കേട്ടോ. ഇവിടെ നിന്ന് നമുക്ക് RFന്റെ വാല്യൂ കണ്ടുപിടിക്കാം. RF ഇസ് ഈക്വൽ ടു നമുക്ക് പറയാൻ പറ്റും 5/7 ഇൻറ്റു എന്താണ്? RB. സിമ്പിൾ ആണ്, ആൻസർ കിട്ടാൻ പോവുകയാണ്. ഇതെടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ ഇട്ട് കൊടുക്കുന്നു. RFന് പകരം നമുക്ക് ഇട്ട് കൊടുക്കാം ദിസ് ഇക്വേഷൻ നമ്പർ 2 ആൻഡ് ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, ഇക്വേഷൻ 2 ഇൻ ഇക്വേഷൻ നമ്പർ 1 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും നോക്കിയടാ? ഇക്വേഷൻ നമ്പർ 1 ഇട്ട് കൊടുക്കുന്നു. അപ്പൊ നമുക്ക് പറയാൻ പറ്റും RFന് പകരം 5/7 ആണ്. 5/7 ഇൻറ്റു RB പ്ലസ് RB ഇസ് ഈക്വൽ ടു 14,700. ഇവിടെ നമ്മൾ RBന്റെ വാല്യൂ കണ്ടുപിടിച്ചു. നിങ്ങളൊന്ന് കണ്ടുപിടിച്ചാൽ മതി. RBനെ കോമൺ എടുത്തിട്ട് ഒന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് 1290 ആണ്. ഐ തിങ്ക് സോ 1290 ന്യൂട്ടൺ എന്ന് കിട്ടി RB എന്ന് വെച്ചാൽ ബാക്കിൽ 2 വീല് കിട്ടുന്നല്ലേ. അപ്പൊ ഫോഴ്സ് ആക്ടിങ് ഓൺ നമുക്ക് പറയാം ഫോഴ്സ് ആക്ടിങ് ഓൺ എന്താണ്? 1 വീൽ. ഒരു വീലിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്തായിരിക്കും? RB
divided by 2, RB by 2 which is equal to 1290 divided by 2. നമുക്ക് ആൻസർ കിട്ടുന്നത് 5145 ന്യൂട്ടൺ ആണ്. സിമിലർ വേ നമ്മൾ RF നെ കണ്ടുപിടിക്കുന്നു. നമുക്കറിയാം RF is equal to എന്താണ് 5/7 into RB ആണ്. RBയുടെ വാല്യൂ ഇപ്പൊ എത്ര കിട്ടി? 10290 കിട്ടി. ഇത് നമ്മൾ ചെയ്യുമ്പോൾ 7350 ന്യൂട്ടൺ എന്ന് കിട്ടി. 7350 ന്യൂട്ടൺ എന്ന് കിട്ടി. അപ്പോൾ എന്താണ് ഫോഴ്സ് ആക്ടിങ് ഓൺ വൺ വീൽ അല്ലേ? വൺ വീൽ, ഒരു വീലിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആയിരിക്കും. ബാക്കിൽ ഒരു വീൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആയിരിക്കും 7350 /2 which is equal to 3675 ന്യൂട്ടൺ. അടിപൊളി ക്വസ്റ്റ്യൻ ആണ് മക്കളെ, ഒന്നും പറയാനില്ല, കിടക്കാച്ച ക്വസ്റ്റ്യൻ. അപ്പൊ ഇങ്ങനൊരു കേസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇത്ര ഉണ്ട്, കൺസെപ്റ്റ് ഇത്രേ ഉള്ളൂ. ആദ്യം നിങ്ങൾ ട്രാൻസ്ലേഷൻ ഇക്വിലിബ്രിയം വെച്ചിട്ട് അതിനകത്ത് വയ്ക്കുന്ന ഫോഴ്സ് ഒക്കെ നോക്കുക. അപ്വേർഡ് ഫോഴ്സും ഡൗൺവേർഡ് ഫോഴ്സും നിങ്ങൾ എന്ത് വിക്കേറ്റ് ചെയ്യുക. ഇനി ലെഫ്റ്റ് സൈഡ് ഫോഴ്സും റൈറ്റ് സൈഡ് ഫോഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, വിക്കേറ്റ് ചെയ്യുക. ഇപ്പൊ ഈ കേസിലൊക്കെ സാധാരണ കേസിൽ അപ്വേർഡ് ഡൗൺവേർഡ് ഫോഴ്സ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പിന്നീട് നിങ്ങൾ എന്ത് ചെയ്യുക, റൊട്ടേഷൻ ഇക്വിലിബ്രിയം എടുക്കുക. റൊട്ടേഷൻ ഇക്വിലിബ്രിയം എടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾ ഒരു പോയിന്റിനെ സാധാരണ നമ്മൾ സെന്റർ ഓഫ് ഗ്രാവിറ്റിന്റെ റഫറൻസ് പോയിന്റ് എടുക്കും. റഫറൻസ് പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ഈ ഫോഴ്സ് എന്തായാലും ടോർക്ക് ഉണ്ടാക്കത്തില്ല. പിന്നെ ടോർക്ക് ഉണ്ടാക്കുന്ന ഈ ഫോഴ്സുമാണ്. ഒരു ടോർക്ക് ക്ലോക്ക് വൈസും ആന്റി ക്ലോക്ക് വൈസും, ഒരു ടോർക്ക് ക്ലോക്ക് വൈസും ആണെങ്കിൽ ആന്റി ക്ലോക്ക് വൈസ് ടോർക്ക് ഈക്വൽ ടു ക്ലോക്ക് വൈസ് ടോർക്ക് എന്നത് നമുക്ക് എന്ത് ചെയ്യാം, കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, ഇനി 2-3 ഫോഴ്സ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ടോർക്കിന് എണ്ണം കൂടും. സാധാരണ ഇത് 2 ചോദിക്കത്തുള്ളൂ. കൂടുതൽ പോയി കഴിഞ്ഞാൽ ഇത് തന്നെ ഒരു എൻട്രൻസ് ലെവൽ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒക്കെ വരുമെന്ന് മാത്സിന്റെ എക്സാം കഴിഞ്ഞപ്പോൾ ഒരു ബോധം ഉണ്ടായി കാണുമല്ലോ. അപ്പം എല്ലാവരും പറ്റുവാണെങ്കിൽ എന്ത് ചെയ്യുക മക്കളെ, പഠിച്ചിട്ട് പോവാ. നിർബന്ധിക്കുന്നില്ല, പറ്റുവാണെങ്കിൽ മാത്രം പഠിച്ചിട്ട് പോവാ. പിന്നെ ഈ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മനസ്സിലാക്കാൻ പ്രയാസമായിരിക്കും, എന്നാലും മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ബൈ.